Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് NIOSന്റെ ക്ലാസ് 10ലെ ഇംഗ്ലീഷിനകത്ത് 9th ലെസൺ ഒരു പോമാണ്. ഈ ലെസന്റെ പേര്, ഈ പോമിന്റെ പേര് 9 ഗോൾഡ് മെഡൽസ് എന്നാണ്. അപ്പോൾ ഈ പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോമിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ പോയറ്റിനെ പറ്റി ആദ്യം രണ്ട് വാക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്ന പോം എഴുതിയിരിക്കുന്നത് ഡേവിഡ് ലീ റോത്ത് ആണ്. അപ്പോൾ ഡേവിഡ് ലീ റോത്ത് ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1956 അദ്ദേഹത്തിന് ഇപ്പോൾ 66 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പോയറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്, സിംഗറാണ്, സോങ് റൈറ്ററാണ്, അഭിനേതാവാണ്, ആക്ടറാണ്, ഓതറാണ്, ആർട്ടിസ്റ്റാണ്. മാത്രമല്ല അദ്ദേഹം ഹാർഡ് റോക്ക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡിൽ ലീഡിങ് സിംഗറുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോം 9 ഗോൾഡ് മെഡൽസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോമിൻ്റെ പശ്ചാത്തലം ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഡേവിഡ് ലീ റോത്ത് ഒരു പ്രാവശ്യം സ്പെഷ്യൽ ഒളിമ്പിക്സ് കാണാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ സ്പെഷ്യൽ ഒളിമ്പിക്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കവിതയ്ക്ക് ആധാരം. അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോമിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പോം ഞാൻ വായിക്കുകയാണ്. 9 ഗോൾഡ് മെഡൽസ്. അപ്പോൾ ഈ പോം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. The athletes had come from all over the country to run for the gold, for the silver and bronze. Many weeks and months of training, all coming down to these games. The spectators gathered around the old field to cheer on all the young women and men. The final event of the day was approaching. Excitement grew high to begin. The blocks were all lined up for those who would use them, the 100-yard dash and the race to be run. These were 9 resolved athletes in back of the starting line, poised for the sound of the gun. The signal was given, the pistol exploded, and so did the runners, all charging ahead. But the smallest among them, he stumbled and staggered and fell to the asphalt instead. He gave out a cry in frustration and anguish. His dreams and his efforts all dashed in the dirt. But as sure as I am standing here telling the story, the same goes for what next occurred. The 8 other runners pulled up on their heels, the ones who had trained for so long to compete. One by one, they all turned around and went back to help him and brought the young boy to his feet. Then all the 9 runners joined hands and continued. The 100-yard dash now reduced to a walk, and the banner above that said Special Olympics could not have been more on the mark. That is how the race ended with 9 gold medals. They came to the finish line holding hands still, and a standing ovation and 9 beaming faces said more than these words ever will. അപ്പോൾ ഇതാണ് പോം. അപ്പോൾ ഈ കവിത ശ്രദ്ധിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ സ്റ്റാൻസകളിലേക്ക് വരാം. അപ്പോൾ ഞാൻ വായിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ്. ഓൺലൈൻ കോഴ്സ് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്താണ് ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റാൻസ.
The athletes had come from all over the country to run for the gold. അതായത് ഒളിമ്പിക്സ് നടക്കുകയാണ്, സ്പെഷ്യൽ ഒളിമ്പിക്സ് ആണ്. സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അതായത് നമ്മൾ പണ്ടൊക്കെ ഫിസിക്കലി ചലഞ്ച്ഡ് എന്നൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ്. അപ്പോൾ ചെറിയ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ഫിസിക്കൽ മാത്രമല്ല മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അത്ലറ്റ്സും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഈ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ. അപ്പോൾ ഈ സ്പെഷ്യൽ ഒളിമ്പിക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും അത്ലറ്റ്സ് എത്തിയിട്ടുണ്ട്. അത്ലറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടമത്സരം പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് അത്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എന്തിനായിട്ടാണ് വന്നിരിക്കുന്നത്? ടു റൺ ഫോർ ദ ഗോൾഡ് മെഡലിന് വേണ്ടി, ഫോർ ദ സിൽവർ മെഡലിന് വേണ്ടി, ആൻഡ് ബ്രോൺസ് വെങ്കല മെഡലുകൾക്ക് വേണ്ടി. Many weeks and months of training all coming down to these games. അപ്പോൾ അവർ ആഴ്ചകളും മാസങ്ങളുമായിട്ട് അവർ കഠിനമായിട്ടുള്ള പരിശീലനത്തിന് ശേഷമാണ് ഈ ഫൈനൽ, ഇന്ന് ഫൈനലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഫൈനലിന് വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസ, the spectators gathered around the old field. അപ്പോൾ കാഴ്ചക്കാർ നിറഞ്ഞിരിക്കുകയാണ് ഈ ഫീൽഡിന് ചുറ്റും. ഈ പഴയ ഒരു സ്റ്റേഡിയമാണത്. ടു ചിയർ ഓൺ ഓൾ ദ യങ് വിമൻ ആൻഡ് മെൻ. അതായത് ഇതിൽ പങ്കെടുക്കുന്നവരെയൊക്കെ ചിയർ ചെയ്യാൻ, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. The final event of the day was approaching. അപ്പോൾ ഫൈനൽ നടക്കാൻ പോവുകയാണ്. എക്സൈറ്റ്മെൻറ്റ് ഗ്രൂ ഹൈ ടു ബിഗിൻ. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടി വരികയാണ് കാഴ്ചക്കാരുടെ. മൂന്നാമത്തെ സ്റ്റാൻസ, the blocks were all lined up for those who would use them. അതായത് ഓട്ട മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. The 100-yard dash and the race to be run. അതായത് 100 യാർഡിൻ്റെ റേസാണ് നടക്കാൻ പോകുന്നത്. യാർഡ് എന്ന് പറയുന്നത് 3 അടിയാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ റേസ് നടക്കാൻ പോവുകയാണ്. These were 9 resolved athletes in back of the starting line. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈനിൻ്റെ പുറകിൽ നിൽക്കുന്നത് 9 തീരുമാനമെടുത്ത അത്ലറ്റ്സ് ആണ്. റിസോൾട്ട് എന്ന് പറഞ്ഞാൽ അതായത് ജയിക്കാൻ, ഞാൻ ഒന്നാമതെത്തും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന 9 അത്ലറ്റ്സ് ആണ് ലൈനിന് പുറകിൽ നിൽക്കുന്നത്. പോയിസ്ഡ് ഫോർ ദ സൗണ്ട് ഓഫ് ദ ഗൺ. അതായത് ഗൺ ഷോട്ടിൻ്റെ ശബ്ദത്തിന് വേണ്ടി പൊസിഷൻ ചെയ്താണ് അവർ നിൽക്കുന്നത്. അടുത്ത സ്റ്റാൻസ, അതായത് നാലാമത്തെ സ്റ്റാൻസ, the signal was given, the pistol exploded. അപ്പോൾ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു, പിസ്റ്റൽ വെടിപൊട്ടി. ആൻഡ് സോ ഡിഡ് ദ റണ്ണേഴ്സ് ഓൾ ചാർജിങ് എഹെഡ്. എല്ലാ ഓട്ടക്കാരും മുന്നോട്ട് കുതിച്ചു. ബട്ട് the smallest among them he stumbled and staggered. അപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. എന്താണ്? ആ 9 അത്ലറ്റ്സിൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ബോയ്, അവൻ എന്ത് പറ്റി? he stumbled and staggered. അവൻ അവിടെ തട്ടി വീഴുകയാണ് ചെയ്തത്. staggered എന്ന് പറഞ്ഞാൽ നിൽക്കാനായിട്ട് അവൻ പാടുപെട്ടു. and fell to the asphalt instead. എന്നിട്ട് അവൻ ആ ഒരു asphalt ഗ്രൗണ്ടിലേക്ക് അവൻ വീണു. asphalt എന്ന് പറയുന്നത് ബിറ്റുമിൻ അങ്ങനെയുള്ള ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പാതയാണ്. ഓട്ടക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്ന ആ ബ്ലാക്ക് കളറിലുള്ള ഒരു ഫ്ലോറിനെയാണ് asphalt എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടക്കാരൻ അവിടേക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അടുത്ത സ്റ്റാൻസ, he gave out a cry in frustration and anguish. ആ വീഴ്ചയിൽ അവൻ ഒരു ഉറക്കെ അവൻ നിലവിളിച്ചു പോയി. എങ്ങനെയാണ്? a cry in frustration. frustration എന്ന് പറഞ്ഞാൽ നിരാശ. ആൻഡ് ആംഗ്വിഷ് എന്ന് പറഞ്ഞാൽ കടുത്ത വേദനയാണ് ആംഗ്വിഷ് എന്ന് പറയുന്നത്. അത് ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള ഒരു പെയിനാണ്.
ഹിസ് ഡ്രീംസ് ആൻഡ് ഹിസ് എഫേർട്സ് ഓൾ ഡാഷ്ഡ് ഇൻ ഡേർട്ട്. അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ കഷ്ടപ്പാടും എല്ലാം ആ ഒരു ഡേർട്ടിൽ, ആ ഒരു അഴുക്കിൽ പുരണ്ടുപോയി. ഡാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പുരണ്ടുപോയി എന്നാണ് അർത്ഥം. ബട്ട് ആസ് ഷുവർ ആസ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടെല്ലിങ് ദി സ്റ്റോറി. അപ്പോൾ നമ്മുടെ പോയറ്റ് അവിടെ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കഥ പറയാനായിട്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡേവിഡ് ലീ റോത്ത്. ദ സെയിം ഗോസ് ഫോർ വാട്ട് നെക്സ്റ്റ് ഒക്കേർഡ്. അപ്പോൾ അടുത്തത് എന്താണ് സംഭവിച്ചത്? ദ 8 other runners pulled up on their heels. അപ്പോൾ ഒരാൾ വീണു, ബാക്കിയുള്ള 8 പേരും ഓടാതെ പെട്ടെന്ന് അവരവിടെ നിന്നു. The ones who had trained for so long to compete. വളരെയധികം നീണ്ട ഒരു കാലം കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് മത്സരിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഈ മത്സരാർത്ഥികൾ എന്ത് ചെയ്തു? One by one they all turned around and went back to help him. എല്ലാവരും തിരിഞ്ഞ് ആ വീണുപോയ ആ ഒരു കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ട് ചെന്നു. And brought the young boy to his feet. എന്നിട്ട് അവർ 8 പേരും ചേർന്ന് അവനെ എടുത്തുയർത്തി അവനെ നേരെ നിർത്തി. സാധാരണ ഒരു ഒളിമ്പിക്സിൽ ഒരിക്കലും ആരും ആർക്ക് വേണ്ടിയും തിരിഞ്ഞു നിൽക്കില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ വിപരീതമാണ്. അവർ സാധാരണ ആൾക്കാരുമല്ല അതിൽ പങ്കെടുക്കുന്നവർ, ശാരീരികമായി എന്തെങ്കിലും വൈകല്യം സംഭവിച്ചവരാണ് അതിൽ പങ്കെടുക്കുന്നത്. അടുത്ത സ്റ്റാൻസ, then all the 9 runners joined hands and continued. പിന്നീട് എന്താണ് സംഭവിച്ചത്? കാഴ്ചക്കാരെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ 9 റണ്ണേഴ്സും കൈ കോർത്ത് പിടിച്ച് ഒരുമിച്ച് the 100-yard dash now reduced to a walk. ഡാഷ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പീഡിൽ ഓടുന്നതിനെയാണ് ഡാഷ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 100-yard ഡാഷ് എന്തായി മാറി? നടത്തയായിട്ട് മാറി. അവർ 9 പേരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആൻഡ് the banner above that said special Olympics. ആ മുകളിൽ എഴുതിയിരിക്കുന്ന ബാനർ, ആ സമയത്ത് ആ ബാനറിൽ കാണിക്കുകയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്ന ബാനർ could not have been more on the mark. അപ്പോൾ ഈ ഒരു സിറ്റുവേഷന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാനറാണ് മുകളിൽ കാണുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒളിമ്പിക്സ് തന്നെയായിരുന്നു ആ ഒരു കാഴ്ച. ലാസ്റ്റ് സ്റ്റാൻസ, that is how the race ended with 9 gold medals. അപ്പോൾ എന്ത് സംഭവിച്ചു? 9 പേരും ഒരുമിച്ചാണ് ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സംഘാടകർക്ക് 9 ഗോൾഡ് മെഡലാണ് ഈ 9 മത്സരാർത്ഥികൾക്കും അവർ കൊടുത്തത്. They came to the finishing line holding hands still. അവരപ്പോഴും കൈ കോർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിയത്. ആൻഡ് a standing ovation and 9 beaming faces. അപ്പോൾ ഈ സ്പെക്ടേറ്റേഴ്സ് എന്ത് ചെയ്തു? അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴക്കാൻ തുടങ്ങി. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കൈയടിക്കാൻ തുടങ്ങി. ഒവേഷൻ എന്ന് പറഞ്ഞാൽ ഹർഷാരവം എന്നാണ് അർത്ഥം. OVATION. വിത്ത് 9 ബീമിങ് ഫേസസ്. ബീമിങ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന. അപ്പോൾ ഈ 9 പേരും ചിരിക്കുകയായിരുന്നു. said more than these words ever will. അപ്പോൾ ഈ വാക്കുകളാണ് ശരിയായി ആ സമയത്ത് നമ്മൾ പറയേണ്ടത്. 9 പേരും ചിരിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു കവിത. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു വലിയൊരു മോറൽ വാല്യൂ ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് വൈകല്യമില്ലാത്ത സാധാരണയായിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മൾ അവരുടെ സ്വഭാവം അടുത്തറിയുമ്പോൾ പലർക്കും മനസ്സിന് വൈകല്യം ബാധിച്ച ആൾക്കാരായിരിക്കും. പക്ഷേ ഈ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഈ 9 പേരുടെയും മനസ്സെന്ന് പറയുന്നത് വലിയ വിശാലമാണ്. അവർ അത്രയും വലിയ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്, മാത്രമല്ല അവരുടെ മനസ്സിന് യാതൊരു വൈകല്യവും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം ഈ ഒരു കവിതയിൽ അല്ലെങ്കിൽ ഈ ഒരു ഒളിമ്പിക്സിൻ്റെ ഈ ഒരു സമയത്ത് ഈ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ഒരു ഐഡിയ.
ഇനി നമ്മൾ ഈ കവിതയുടെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റൈമിംഗ് വേർഡ്സ് എല്ലാ സ്റ്റാൻസയിലും 2 വേർഡുകൾ, അതായത് അവസാനത്തിലുള്ള 2 വേർഡുകൾ റൈം ചെയ്യുന്നതായിട്ട് കാണാം. അതായത് അവസാനത്തെ 2 സ്റ്റാൻസ ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റാൻസയിലാണ് ഈ റൈമിംഗ് വേർഡ്സ് നമ്മൾ കാണുന്നത്. വേറെ വേർഡ്സ് ഒന്നും റൈമിംഗ് പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ സ്റ്റാൻസയിൽ ബ്രോൺസ് ഗെയിംസ്, രണ്ടാമത്തെ സ്റ്റാൻസയിൽ മെൻ ബിഗിൻ, മൂന്നാമത്തതിൽ റൺ ഗൺ, നാലാമത്തതിൽ എഹെഡ് ഇൻസ്റ്റെഡ്, പിന്നെ അഞ്ചാമത്തെ സ്റ്റാൻസ മുതൽ റൈമിംഗ് വേർഡ്സ് അങ്ങനെ കാണുന്നില്ല. പിന്നെ ഈ പോയത്തിൽ പൊയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് അലിട്രേഷൻ ആണ്. ALLITERATION. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രാസം എന്ന് പറയും. അതായത് കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റിൽ AEIOU ഈ 5 ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഈ 5 ലെറ്റേഴ്സ് കാണിക്കുന്ന സൗണ്ട്, ഈ 5 ലെറ്റേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും കോൺസണന്റ് സൗണ്ടുകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അലിട്രേഷൻ ഡ്രീംസ് ഡാഷ്ഡ് ഡേർട്ട് എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ നമുക്ക് അലിട്രേഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റംബിൾഡ് ആൻഡ് സ്റ്റാഗേർഡ് എന്ന് പറയുന്നിടത്ത് സ് എന്നുള്ള അലിട്രേറ്റിംഗ് സൗണ്ട് നമുക്ക് കാണാം. പിന്നെ ഓൾഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡ് എന്ന് പറയുന്ന അലിട്രേറ്റിംഗ് സൗണ്ടുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയുമാണ് ഈ പോയത്തിനകത്ത് നിന്നും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.